പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ NABH നമുക്ക് തരുമ്പോൾ അതിലെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് PRE2 പേഷ്യൻസ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ്സ് റെസ്പെക്ട് ഫോർ പേഴ്സണൽ ബിലീഫ്സ്. അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ റൈറ്റ്സ് പേഷ്യൻ്റ് റൈറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വാല്യൂസ് ആൻഡ് ഇൻവോൾവ് ദ പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. റൈറ്റ്സിൽപ്പെട്ട കാര്യങ്ങളിൽ ഒരെണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ പേഷ്യൻറ്റിൻ്റെയോ ഫാമിലിയുടെയോ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തണം. ഇതിൽ നമ്മൾ ചെറിയ ചെറിയ 12 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. നമുക്ക് പേഷ്യൻ്റ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നും അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഫോർ ദ പ്രൊസീജിയർ അല്ലെ ട്രീറ്റ്മെൻറ്റ് അവരെ ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് പറയുമ്പോൾ നിസ്സാരമായി തോന്നും. അതെ, നിസ്സാരമായ 12 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ. സക്സസ് എന്ന് പറഞ്ഞത് ഒരു ദിവസം പൊടുന്നനെ ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ചെയ്യുമ്പോൾ നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഓരോ സെക്കൻഡിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ചെറിയ ചെറിയ തീരുമാനങ്ങൾ കോർത്തിണക്കി നമ്മൾ എത്തിച്ചേരുന്ന ഒരു യാത്രയാണ് സക്സസ്. അത് NABHൻ്റെ സർട്ടിഫിക്കേഷൻ നേടുന്നതാണെങ്കിലും NABHൻ്റെ അക്രഡിറ്റേഷനിലേക്ക് പോകുന്നതാണെങ്കിലും ഉള്ള അക്രഡിറ്റേഷനെ സർവലൈൻസ് ടെസ്റ്റിലേക്ക് നമ്മളെ നയിക്കുക, എക്സലൻസിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ആണെങ്കിലും, റിപ്പീറ്റേഷൻ ഓഫ് അക്രഡിറ്റേഷൻ കിട്ടുന്നതിനാണെങ്കിലും, നാട്ടുകാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നതിനാണെങ്കിലും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ ആശുപത്രിയുടെ ഒരു സക്സസ്, ഒരു വിജയം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ കുഞ്ഞു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ റൈറ്റ്സിനകത്ത് എന്തുണ്ടോ അവരുടെ ഒരു വ്യക്തിപരമായ ആത്മാഭിമാനത്തെ ഖനിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അവരുടെ പ്രൈവസിയെ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴോ ഒരു എക്സാമിൻ ചെയ്യുമ്പോഴോ അവരുടെ പ്രൈവസിയെ വ്യക്തമായി അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവരുടെ സ്പിരിച്വൽ നീഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് കാണുന്നത് പോലെ, അല്ലെ കൾച്ചറൽ നീഡിനെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ സ്പെഷ്യൽ ഫുഡ് പ്രിഫറൻസ് ഉണ്ടാവും, അവരുടെ ഒരു സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫുഡ് പ്രിഫറൻസ് ഉണ്ടാവും. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ പോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിൽ ഇൻഫോംഡ് കൺസേൺ വാങ്ങണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് റെഫ്യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ട്രീറ്റിംഗ് ഡോക്ടർ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതുപോലെ തന്നെയാണ് അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയനിലേക്ക് പോകാൻ അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിന് മെഡിക്കൽ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ പ്രൊവൈഡ്, അവരുടെ റൈറ്റാണ്. അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് അവർക്ക് കാണണം എന്നുള്ളതും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള സാഹചര്യം മറ്റൊരു ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാനുള്ള, അത് ഇൻഹൗസ് ആകാം എക്സ്റ്റേണൽ ആകാം, മറ്റൊരു ഡോക്ടറുമായിട്ട് ഡിസൈഡഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് അവർക്ക് റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ അവർക്കുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ റൈറ്റിൽപ്പെട്ട പ്രധാന കാര്യമാണ് കേട്ടോ, അവർക്ക് ഈ ചികിത്സ മൂലം എന്ത് ചെലവ് വരുമെന്നുള്ളത് അറിയാനുള്ള അവകാശമുണ്ട് എന്നത്. അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുമെന്ന് പറയാനുള്ള റൈറ്റൊന്നും നമുക്കില്ല. പേഷ്യൻ്റ് റൈറ്റാണ് ഡിസൈഡഡ് ട്രീറ്റ്മെൻറ്റിൽ എന്ത് കോസ്റ്റ് വരും എന്നുള്ളത്, കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഗ്രേപ്സിൽ അതിന് www.grapesidmr.com എന്ന് പറഞ്ഞ് നമ്മുടെ പോർട്ടൽ കണക്റ്റഡ് ആയിട്ടാണ് മിക്ക ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ആ പോർട്ടലിൽ നമുക്ക് എസ്റ്റിമേറ്റ് ബില്ലുകൾ പ്രിപ്പയർ ചെയ്ത് പേഷ്യൻറ്റിന് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ധാരാളം ഹോസ്പിറ്റൽ അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.
അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ് അവർക്ക് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നതുപോലെ തന്നെയാണ് ട്രീറ്റിംഗ് ഡോക്ടർ ആരാണ് എന്നറിയാനായിട്ട് ആ ഡോക്ടറുടെ നെയിമും ക്വാളിഫിക്കേഷനും അവർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കെയർ പ്ലാൻ ഉണ്ടായിരിക്കണം. കെയർ പ്ലാൻ ഓറലായിട്ട് പറഞ്ഞു പോകുന്നതല്ല, അവിടെ ഡോക്യുമെൻറ്റഡ് ആയിട്ട് കെയർ പ്ലാൻ ഉണ്ടാവണം. പേഷ്യൻ്റെ റൈറ്റാണ് ആ കെയർ പ്ലാൻ എന്താണെന്ന് അറിയുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രോഗ്രസ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തുണ്ടാകുന്ന വേരിയേഷൻസ് അറിയുക എന്നത് അവരുടെ അവകാശമാണ്. ആ അവകാശത്തെയും നമ്മളിവിടെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ആഗ്രഹിക്കുകയാണ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഇത്ര വിവരങ്ങൾ മാത്രം എൻ്റെ ബന്ധുക്കൾ അറിഞ്ഞാൽ മതി. പീഡിയാട്രിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് വൺ റിലേറ്റീവ്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വൺ റിലേറ്റീവ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതല്ല, ഒരു അഡൾട്ടിൻ്റെ കാര്യത്തിൽ അവർക്കൊരു റൈറ്റ് ഉണ്ട്. എത്രമാത്രം ഇൻഫർമേഷൻസ് എൻ്റെ അസുഖത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ട്രീറ്റിംഗ് ടീം ഡിസ്ക്ലോസ് ചെയ്യണമെന്നത്, അത് അവരുടെയും കൂടെ കൺസേണിൽപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് ഓർമ്മ വേണം. ഇങ്ങനെ ഒരു 12ഓളം വരുന്ന ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ മനസ്സിലാക്കിയാൽ ഈ ഒരു PRE, പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മനോഹരമായി നമ്മുടെ ഹോസ്പിറ്റൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഈ ഒരു ഒറ്റ സ്റ്റാൻഡേർഡ് കേട്ടോ, ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ധാരണ മനുഷ്യർക്ക് മാറ്റുന്നതിന്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറ്റുന്നതിന് കാരണമായേക്കാം. എല്ലാം കുഞ്ഞു കാര്യങ്ങളാണ് 12 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ കാണുന്നത്. അവരുടെ വ്യക്തിപരമായ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും ട്രീറ്റ്മെൻറ്റിൽ അവരുടെ ഡിസിഷൻ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് എടുക്കുന്നതിനും ഉപകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് PRE 2. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ 12 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെയും ഒന്ന് ചിന്തിക്കാനായിട്ട് എടുക്കാം.